ഹലോ ഗൈസ്, നമുക്കിന്ന് ലിയോസിൽ പോയാലോ? ലിയോസ് ലിയക് ലാൻഡ്. ഇത് സ്വീഡനിലെ തന്നെ ഏറ്റവും വലിയ കിഡ്സിനുള്ള ഇൻഡോർ പ്ലേ സെൻ്ററാണ്. ഇവിടെ നമുക്ക് ബർത്ത്ഡേ പാർട്ടീസ് സെറ്റ് ചെയ്യാം. നമ്മൾ ഇന്ന് പോയത് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയാണ്. അവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിയ എല്ലാവരുടെയും കയ്യിൽ ഒരു ടാഗ് ഇട്ട് കൊടുക്കണ്ടായിരുന്നു. നേതുവിന് ടാഗ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവൻ സമ്മതിക്കണമെന്നില്ല, തള്ളി മാറ്റണ കൈ. അപ്പോൾ പിന്നെ കയ്യിൽ തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇഷാൻ. അവൻ്റെ 7th ബർത്ത്ഡേ ആണ്. ലിയോസിൽ ഡിഫറെൻറ്റ് തീംസിലുള്ള പാർട്ടി ഹാൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ഇൻട്രസ്റ്റ് അതെടുക്കാം. നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് DJ ആയിരുന്നു ഇഷ്ടം. അതാണ് നമ്മുടെ പാർട്ടി ഹാൾ ഇങ്ങനെ ഭയങ്കര കളർഫുൾ ആയിട്ടിരിക്കുന്നത്, ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ആയിട്ടിരിക്കുന്നത്. പാർട്ടി ഹാൾ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അവിടുത്തെ ഫുഡ് മെനുവും സെലക്ട് ചെയ്യാം, എന്തൊക്കെ ഫുഡാണ് നമ്മുടെ പാർട്ടിക്ക് വേണ്ടതെന്ന്. പിന്നെ കിഡ്സിനുള്ള റിട്ടേൺ ഗിഫ്റ്റും അവരെന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പാരൻസിന് ഈസിയാണ് കിഡ്സിൻ്റെ ബർത്ത്ഡേ അവിടെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്യാം. ഇവിടെ ലിയോസിൽ ഡിഫറെൻറ്റ് തീംസിൽ വരുന്ന പാർട്ടി ഹോൾസ് ഉണ്ട്. നമ്മൾ ഡിസ്കോ DJയിലേക്കാണ് പോയത്. അതുപോലത്തെ വേറെ പാർട്ടി ഹോൾസ് ആണ് ഇതൊക്കെ. ഈ അണ്ടർ വാട്ടർ, എൽസ, പൈറേറ്റ്സ്, പിന്നെ ഡൈനോസേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് തീംസിൽ വരുന്ന പാർട്ടി ഹോൾസ്. ഇവിടെ പാർട്ടി സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ ഒരു ടൈമിങ് 3 hours ആണ്. 1 hour നമ്മൾക്ക് പാർട്ടി ഹാളിൽ സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന 2 hours ഈ പ്ലേ ഏരിയയിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യണത്. ആദ്യം പാർട്ടി ഹാള് വേണോ പ്ലേ ഏരിയ വേണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഫസ്റ്റ് നമ്മൾ പാർട്ടി ഹാളായിരുന്നു. അതിനുശേഷം 2 hours ആണ് നമ്മൾ ഈ പ്ലേ ഏരിയയിൽ സ്പെൻഡ് ചെയ്തത്. നൈനുവിനെ പിന്നെ പ്ലേ ഏരിയയിൽ കയറിയ ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ 2 hours കഴിഞ്ഞിട്ടാണ് അവളെ കണ്ടത്. പിന്നെ നേതുവിൻ്റെ പോലത്തെ കുഞ്ഞു കുട്ടികൾക്ക് ഇവൻ്റെ അത്ര കൊച്ചാണെങ്കിൽ അവിടെ കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 5 yearsന് താഴെയുള്ള കുട്ടികൾക്ക് വേറൊരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ നേതു ഇരുന്ന് കളിക്കുന്നത്. പക്ഷെ ഇവൻ ഭയങ്കര ചെറുതായ കാരണം നമ്മൾ കൂടെ തന്നെ നിൽക്കണം. പിന്നെ ഈ കുഞ്ഞു പിള്ളേരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോൾ ചിലപ്പോൾ ഇവനെ ചവിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്ര ചെറിയ പിള്ളേർക്ക് അത്ര ഫ്രണ്ട്ലി അല്ല ഈ പാർക്ക്. നേതു ഇത്തിരി കൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അവനിപ്പോഴും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ പിടിച്ച് കയറി ഇടയ്ക്ക് തലകുത്തിയൊക്കെ വീഴുന്നുണ്ട്. പക്ഷേ ഇത്രയും കൂടി വലുതായി കഴിഞ്ഞാൽ ആ പ്രായത്തിലുള്ള എല്ലാ കിഡ്സിനും അടിപൊളിയാണ്. ഇപ്പം നൈനുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പാർക്കിൽ വരുന്നത്. പിന്നെ ഭയങ്കര സേഫുമാണ്. നമുക്ക് പാരൻസിന് അവിടെ റിലാക്സ് ചെയ്തിരിക്കാം. ഇവരുടെ പിന്നാലെ ഓടണ്ട. കുഞ്ഞു പിള്ളേരാണെങ്കിൽ പിന്നാലെ പോകണം. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ അവർ തന്നെ അവിടെ കളിച്ചോളും, സേഫാണ്. പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു കോഫി കുടിക്കാൻ പോയി. കുറച്ച് നേരമായി അവിടെ ഇരിക്കണം. അപ്പോൾ ഞാനും വിജയനും പോയി ഒരു കോഫി കുടിച്ചു. നെയ്തുകൂട്ടനെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടാന്ന് തോന്നുന്നു. അവന് സ്ട്രോളറിൽ ഇരിക്കാൻ ഇഷ്ടമല്ല. അതിൻ്റെ അടിയിൽക്കൂടെ എങ്ങനെയൊക്കെയോ നുഴഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സ്ട്രോളറിൽ ഇരിക്കാൻ അവൻ എന്താണോ ഇഷ്ടമാവണേ ഇല്ല. അപ്പോൾ അവനെ പിന്നെ പൊക്കിയെടുത്ത് അവിടെ സീറ്റിലിരുത്തി. ഈ ടേബിളിൽ കയറി ഇരിക്കാനാണ് അവന് ഇൻട്രസ്റ്റ്. അങ്ങനെ ഒരു 3 hours നമ്മളവിടെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും ബൈ ബൈ പറഞ്ഞ് വീട്ടിൽ പോയി.